PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 7 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ. ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി 2005 UPA സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി 20ാം വർഷത്തിലെത്തി നിൽക്കെയാണ് കേന്ദ്ര സർക്കാർ അതിൻ്റെ പേരും രൂപവും സ്വഭാവവും മാറ്റിയത്. അപ്പോൾ 2005 സ്റ്റാർട്ട് ചെയ്തത് UPA സർക്കാരായിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാർ അതിൻ്റെ പേരും രൂപവും സ്വഭാവവും മാറ്റിയത്. 2009 ഈ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയിരുന്നു. അപ്പോൾ 2009 ഈ പദ്ധതിക്ക് എന്താണ്? മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയിരുന്നു. പദ്ധതിയിലെ കേന്ദ്ര സംസ്ഥാന വിഹിത അനുപാതം 90:10 ആയിരുന്നത് ഇപ്പോൾ 60:40 എന്നാക്കി കേട്ടോ. പദ്ധതിയിലെ കേന്ദ്ര സംസ്ഥാന വിഹിതം അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത് ആദ്യം 90:10 ആയിരുന്നു, അത് ഇപ്പോൾ 60:40 ആക്കി. ഒരു വർഷത്തെ തൊഴിൽ ദിനങ്ങൾ 100 എന്നതിൽ നിന്ന് 125 വർദ്ധിപ്പിച്ചു. അപ്പോൾ ഒരു ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ 100 എന്നതിൽ നിന്ന് 125 വർദ്ധിപ്പിച്ചു. 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 20ലധികം പദ്ധതികളുടെ പേരുകൾ മാറ്റിയിരുന്നു. അവയിൽ ചിലതിൻ്റെ പഴയ പേരും പുതിയ പേരുമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പല പേരുകളും മാറ്റം വന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് പേരുകൾ എന്നുള്ളത് നോക്കാം. നിർമ്മൽ ഭാരത് അഭിയാൻ അത് സ്വച്ഛ് ഭാരത് അഭിയാനാക്കി മാറ്റി കേട്ടോ. നിർമ്മൽ ഭാരത് അഭിയാൻ അത് സ്വച്ഛ് ഭാരത് അഭിയാനാക്കി മാറ്റി. ഇന്ദിര ആവാസ് യോജന അത് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന ആക്കി കേട്ടോ. ഇന്ദിര ആവാസ് യോജന അത് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന ആക്കി മാറ്റി. രാജീവ് ആവാസ് യോജന സർദാർ പട്ടേൽ നാഷണൽ മിഷൻ ഫോർ അർബൻ ഹൗസിംഗ്. ഓക്കെ, അപ്പോൾ രാജീവ് ആവാസ് യോജന അതെന്താക്കി? സർദാർ പട്ടേൽ നാഷണൽ മിഷൻ ഫോർ അർബൻ ഹൗസിംഗ്. ഈ നാഷണൽ ഗവേണൻസ് പ്ലാൻ അത് ഡിജിറ്റൽ ഇന്ത്യ എന്നാക്കി കേട്ടോ. നാഷണൽ ഗവേണൻസ് പ്ലാൻ അത് ഡിജിറ്റൽ ഇന്ത്യ എന്നാക്കി. ഓക്കെ, റഷ്യയിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്ന ആണവ അന്തർവാഹിനി ഏതു പേരിലാണ് ഇന്ത്യ 2028 കമ്മീഷൻ ചെയ്യുന്നത്? INS ചക്ര 3. റഷ്യയിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്ന ആണവ അന്തർവാഹിനി ഏതു പേരിലാണ് ഇന്ത്യ 2028 കമ്മീഷൻ ചെയ്യുന്നത്? INS ചക്ര 3. റഷ്യയിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്ന മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയാണിത് കേട്ടോ. അപ്പോൾ റഷ്യയിൽ നിന്ന് ഇത് കൂട്ടിയിട്ട് മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയാണ് ഇത് പാട്ടത്തിനെടുക്കുന്നത്. INS ചക്ര 1, INS ചക്ര 2 എന്നിവയാണ് മറ്റുള്ളവ. നിലവിൽ ഡീസൽ ഇലക്ട്രിക് എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 17 അന്തർവാഹിനികൾ നാവികസേന ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ ബോക്സിൽ ഏകതാ പ്രതിമയുടെ ശില്പി അതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഏകതാ പ്രതിമയുടെ ശില്പി ഡിസംബർ 18 അന്തരിച്ച ശില്പി റാം സുന്ദർ വിശേഷിപ്പിക്കപ്പെട്ടത് ഇന്ത്യയിലെ മൈക്കലാഞ്ചലോ എന്നാണ്. അപ്പോൾ ഡിസംബർ 18 ഇദ്ദേഹം അന്തരിച്ചത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? റാം സുന്ദർ. വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ മൈക്കലാഞ്ചലോ എന്നാണ്. 1925 ഫെബ്രുവരി 19 മഹാരാഷ്ട്രയിലെ ദുലെ ജില്ലയിലെ ഗോണ്ടൂർ ഗ്രാമത്തിൽ ജനിച്ചു. 1925 ഫെബ്രുവരി 19 മഹാരാഷ്ട്രയിലെ ദുലെ ജില്ലയിലെ ഗോണ്ടൂർ ഗ്രാമത്തിൽ ജനിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഏകതാ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, പാർലമെൻറ്റ് വളപ്പിലെ ധ്യാനനിരതനായ മഹാത്മാജിയുടെ പ്രതിമ, ഛത്രപതി ശിവജിയുടെ കുതിരസവാരി പ്രതിമ, 77 അടി ഉയരമുള്ള ഗോവയിലെ ശ്രീരാമ പ്രതിമ തുടങ്ങിയവയുടെ ശില്പിയാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഏകതാ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, പാർലമെൻറ്റ് വളപ്പിലെ ധ്യാനനിരതനായ മഹാത്മാജിയുടെ പ്രതിമ, ഛത്രപതി ശിവജിയുടെ കുതിരസവാരി പ്രതിമ, 77 അടി ഉയരമുള്ള ഗോവയിലെ ശ്രീരാമ പ്രതിമ തുടങ്ങിയവയുടെ ശില്പിയാണ് ഇദ്ദേഹം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് റാമിനെ മൈക്കലാഞ്ചലോ എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. അപ്പോൾ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് റാമിനെ മൈക്കലാഞ്ചലോ എന്ന് വിശേഷിപ്പിച്ചത്. പ്രമുഖ ശില്പി അനിൽ സുന്ദർ മകനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രമുഖ ശില്പിയായിട്ടുള്ള അനിൽ സുന്ദർ ഇദ്ദേഹത്തിൻ്റെ മകനാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. വിയറ്റ്നാം യുദ്ധം മുതൽ ഇറാഖ് യുദ്ധം വരെയുള്ള പോർമുഖത്ത് നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ 2025 ഡിസംബർ 17 US അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ ആർനെറ്റ്. വിയറ്റ്നാം യുദ്ധം മുതൽ ഇറാഖ് യുദ്ധം വരെയുള്ളവ പോർമുഖത്ത് നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ 2025 ഡിസംബർ 17 US അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് പീറ്റർ ആർനെറ്റ്. വിയറ്റ്നാം യുദ്ധ റിപ്പോർട്ടുകൾ പരിഗണിച്ച്
പുലിറ്റ്സർ സമ്മാനം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് 1966 കേട്ടോ. വിയറ്റ്നാം യുദ്ധ റിപ്പോർട്ടുകൾ പരിഗണിച്ച് പുലിറ്റ്സർ സമ്മാനം 1966 ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. യുദ്ധരംഗത്തെ സ്മരണകൾ ആധാരമാക്കി അദ്ദേഹം രചിച്ച കൃതിയാണ് ലൈവ് ഫ്രം ദ ബാറ്റിൽ ഫീൽഡ് ഫ്രം വിറ്റ്നം ടു ബാഗ്ദാദ് 35 ഇയേഴ്സ് ഇൻ ദ വേൾഡ്സ് വാർ സോൺസ്. അപ്പോൾ യുദ്ധരംഗത്തെ സ്മരണകൾ ആധാരമാക്കി അദ്ദേഹം രചിച്ച കൃതിയാണ് ലൈവ് ഫ്രം ദ ബാറ്റിൽ ഫീൽഡ് ഫ്രം വിറ്റ്നം ടു ബാഗ്ദാദ് 35 ഇയേഴ്സ് ഇൻ ദ വേൾഡ്സ് വാർ സോൺ. ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈൻ അൽ ഖായിദ തലവൻ ഉസാമ ബിൻ ലാദൻ തുടങ്ങിയവരുമായി അഭിമുഖം നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈനും അൽ ഖായിദ തലവൻ ഉസാമ ബിൻ ലാദൻ തുടങ്ങിയവരുമായിട്ട് അഭിമുഖം നടത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ കാരണമായ ബഹുജന പ്രക്ഷോഭം നയിച്ച യുവ നേതാവ് അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പേര് ഷെരീഫ് ഉസ്മാൻ ഹാദി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ കാരണമായ ബഹുജന പ്രക്ഷോഭം നയിച്ച യുവ നേതാവ് അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പേര് ഷെരീഫ് ഉസ്മാൻ ഹാദി. ഡിസംബർ 12 ഡാക്കയിൽ വെച്ച് വെടിയേറ്റ് ചികിത്സയിലായിരുന്ന ഇൻക്ലാബ് മോഞ്ചോയുടെ നേതാവ് കൂടിയായ ഹാദി ഡിസംബർ 18 സിംഗപ്പൂരിലെ ആശുപത്രിയിലാണ് മരിച്ചത്. ഇതോടെ ബംഗ്ലാദേശ് വീണ്ടും സംഘർഷഭരിതമായി. ഹസീനയെ താഴെയിറക്കിയ 2024 ജൂലൈയിലെ പ്രക്ഷോഭത്തിനു ശേഷമാണ് ഓഗസ്റ്റിൽ ഇൻക്ലാബ് മോഞ്ചോ സ്ഥാപിച്ചത്. ഈ വർഷം നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഹാദി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഡിസംബർ 12 ഡാക്കയിൽ വെച്ച് വെടിയേറ്റ് ചികിത്സയിലായിരുന്ന ഇൻക്ലാബ് മോഞ്ചോയുടെ നേതാവ് കൂടിയായിരുന്നു ആര്യ ഷെരീഫ് ഉസ്മാൻ ഹാദി. ഡിസംബർ 18 സിംഗപ്പൂരിലെ ആശുപത്രിയിലാണ് മരിച്ചത്. ഇതോടെ ബംഗ്ലാദേശ് വീണ്ടും സംഘർഷഭരിതമായി. ഹസീനയെ താഴെയിറക്കി 2024 ജൂലൈയിലെ പ്രക്ഷോഭത്തിനു ശേഷമാണ് ഓഗസ്റ്റിൽ ഇൻക്ലാബ് മോഞ്ചോ സ്ഥാപിച്ചത്. ഈ വർഷം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു കേട്ടോ. അടുത്തിടെ ഗോവയിൽ നീറ്റിലിറങ്ങിയ ഇന്ത്യൻ തീരരക്ഷാസേനയുടെ അത്യാധുനിക കപ്പലാണ് ICGS അമൂല്യ. അടുത്തിടെ ഗോവയിൽ നീറ്റിലിറങ്ങിയ ഇന്ത്യൻ തീരരക്ഷാസേനയുടെ അത്യാധുനിക കപ്പലാണ് ICGS അമൂല്യ. സേനയ്ക്കായി നിർമ്മിക്കുന്ന 8 അധ്യമ ക്ലാസ് ഫാസ്റ്റ് പട്രോൾ വെസലുകളുടെ പരമ്പരയിലൂടെ മൂന്നാമത്തെ കപ്പലാണ് അമൂല്യ. അപ്പോൾ സേനയ്ക്കായി നിർമ്മിക്കുന്ന 8 അദമ്യ ക്ലാസ് ഫാസ്റ്റ് പട്രോൾ വെസലുകളുടെ പരമ്പരയിലെ മൂന്നാമത്തെ കപ്പലാണ് അമൂല്യ. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ്ണ ചകോരം നേടിയത് സീസൺ 2 സ്ട്രേഞ്ചേഴ്സ്. കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ്ണ ചകോരം നേടിയത് സീസൺ 2 സ്ട്രേഞ്ചേഴ്സ്. ഷോ മിക്കായി സംവിധാനം ചെയ്ത ഈ ജപ്പാനീസ് ചിത്രത്തിന് 20 ലക്ഷം രൂപ സമ്മാനമായിട്ട് ലഭിച്ചു. അപ്പോൾ ഇതൊരു ജപ്പാനീസ് ചിത്രമാണ്. ഷോ മിക്കായി ആണ് ഇതിൻ്റെ സംവിധായകൻ കേട്ടോ. 1996 ശ്രീലങ്കയെ ലോകകപ്പ് ക്രിക്കറ്റ് വിജയത്തിലെത്തിച്ച ക്യാപ്റ്റൻ കൂടിയായ ഏത് മുൻ മന്ത്രിയെയാണ് അറസ്റ്റ് ചെയ്യാൻ ലങ്ക സർക്കാർ അടുത്തിടെ തീരുമാനിച്ചത്? അർജുന രണതുംഗ. 1996 ശ്രീലങ്കയെ തോൽപ്പിച്ച് ലോകകപ്പ് ക്രിക്കറ്റ് വിജയത്തിലെത്തിച്ച ക്യാപ്റ്റൻ കൂടിയായ ഏത് മുൻ മന്ത്രിയെയാണ് അറസ്റ്റ് ചെയ്യാൻ ലങ്ക സർക്കാർ അടുത്തിടെ തീരുമാനിച്ചത്? അർജുന രണതുംഗ. പെട്രോളിയം മന്ത്രിയായിരുന്ന 2017-18 കാലത്തെ അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ് നടപടി. വിദേശത്തായതിനാൽ ഇതുവരേക്കും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. അമേരിക്കയിലെ മറിയം വെബ്സ്റ്റേഴ്സ് നിഘണ്ടുവിൻ്റെ 2025 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്ലോപ്പ്. അമേരിക്കയിലെ മറിയം വെബ്സ്റ്റേഴ്സ് നിഘണ്ടുവിൻ്റെ 2025 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്ലോപ്പ്. ഏത് ഏഷ്യൻ രാജ്യത്താണ് 2026 ജനുവരി മുതൽ പ്രസവപൂർവ്വ ചികിത്സ, പ്രസവം, പ്രസവാനന്തര ശുശ്രൂഷ എന്നിവ അടക്കമുള്ള ചെലവ് സർക്കാർ വഹിക്കുന്നത്? ചൈന. ഏത് ഏഷ്യൻ രാജ്യത്താണ് 2026 ജനുവരി മുതൽ പ്രസവപൂർവ്വ ചികിത്സ, പ്രസവം, പ്രസവാനന്തര ശുശ്രൂഷ എന്നിവയടക്കമുള്ള ചെലവ് സർക്കാർ വഹിക്കുന്നത്? ചൈന. രാജ്യത്തെ ജനസംഖ്യ അപകടകരമായി ആകും വിധം കുറയുന്നതിന് പരിഹാരമായാണ് ഇത് കേട്ടോ. അതായത് രാജ്യത്തെ ജനസംഖ്യ വളരെ കുറഞ്ഞതിൻ്റെ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനം അവരെടുത്തത്. 2025 ഫിദ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് പുരുഷന്മാരിൽ ഒസ്മാനെ ഡെംബലെ, ഫ്രഞ്ച് ക്ലബ്ബ് PSG. 2025 ഫിഫ ദ ബെസ്റ്റ്, അതായത് പുരുഷ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഒസുമാനെ ഡംബലെ, ഫ്രഞ്ച് ക്ലബ്ബ് PSG ടൗൺ. വനിതാ വിഭാഗത്തിൽ ബാഴ്സലോണയുടെ, അതായത് സ്പെയിൻ താരം ബാഴ്സലോണയുടെ എയ്റ്റാന ബോർമാറ്റി ജേതാവായി.
വനിതാ വിഭാഗത്തിൽ സ്പെയിൻകാരിയായ ബാഴ്സലോണയുടെ എയ്റ്റാന ബോൺമാറ്റി ജേതാവായി. തുടർച്ചയായി 3-ാം തവണയാണ് എയ്റ്റാന ഫിഫയുടെ മികച്ച വനിതാ താരമാക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടർച്ചയായിട്ട് 3-ാമത്തെ തവണയാണ് എയ്റ്റാന ഫിഫയുടെ മികച്ച വനിതാ താരമായിട്ട് മാറുന്നത്. ഓക്കെ, അശോക് ഢംഗ്ധർ രചിച്ച അടൽ സംസ്മരാൻ എന്ന പുസ്തകം അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? രാജ്യത്തിൻ്റെ 11ാമത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ സ്ഥാനാർത്ഥിയാക്കും മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയിയെ രാഷ്ട്രപതിയാക്കാൻ BJP നേതൃത്വം ശ്രമിച്ചതായുള്ള വെളിപ്പെടുത്തലിലൂടെ. അശോക് ഢംഗ്ധർ രചിച്ച അടൽ സംസ്മരാൻ എന്ന പുസ്തകം അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയായിരുന്നു? രാജ്യത്തിൻ്റെ 11ാമത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ സ്ഥാനാർത്ഥിയാക്കും മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയിയെ രാഷ്ട്രപതിയാക്കാൻ BJP നേതൃത്വം ശ്രമിച്ചതായിരുന്നു വെളിപ്പെടുത്തലിലൂടെ കാരണം. ഓക്കെ, അപ്പോൾ അത്രയും വാർത്താ പ്രാധാന്യം നേടാൻ കാരണമായ സന്ദർഭം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. 1998 മുതൽ 2004 വരെ വാജ്പേയിയുടെ മാധ്യമ ഉപദേശകനായിരുന്നു ഢംഗ്ധർ. 1998 മുതൽ 2004 വരെ വാജ്പേയിയുടെ മാധ്യമ ഉപദേശകനായിരുന്നു ഢംഗ്ധർ. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണെന്ന് തോന്നുന്നു തന്നെ. അത് ആർക്കെങ്കിലും കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ അറിയുമെങ്കിൽ ഒന്ന് പറയാം കേട്ടോ, കമൻറ്റിലൂടെ അറിയിക്കാം. പശ്ചിമഘട്ട വനമേഖലയിലെ കാണപ്പെടുന്നതും ഗോത്രവർഗ്ഗക്കാർ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതുമായ ആരോഗ്യ പച്ച ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സസ്യശാസ്ത്രജ്ഞൻ ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ P. പുഷ്പാഗതൻ. പശ്ചിമഘട്ട വനമേഖലയിൽ കാണപ്പെടുന്നതും ഗോത്രവർഗ്ഗക്കാർ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതുമായ ആരോഗ്യ പച്ച ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സസ്യശാസ്ത്രജ്ഞൻ ഈയിടെ അന്തരിച്ചു. പേര് ഡോക്ടർ P. പുഷ്പാഗതൻ. പാരമ്പര്യ അറിവുകൾ ആധുനിക ശാസ്ത്രത്തിനായി ഉപയോഗിക്കുന്നതിനോടൊപ്പം അവ സംരക്ഷിക്കുന്ന വിഭാഗങ്ങൾക്കായി ന്യായവും തുല്യവുമായ ഒരു പങ്കിടൽ മാതൃക ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തി. അതായത് പാരമ്പര്യ അറിവുകൾ ആധുനിക ശാസ്ത്രത്തിനായി ഉപയോഗിക്കുന്നതിനോടൊപ്പം അവ സംരക്ഷിക്കുന്ന വിഭാഗങ്ങൾക്കായി ന്യായവും തുല്യവുമായ ഒരു പങ്കിടൽ മാതൃക ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തി. നോർമൻ ബോർലോഗിൻ്റെ പേരിൽ UNEP ഏർപ്പെടുത്തിയ ബോർലോഗ് അവാർഡ് 1988, UN ഇക്വേറ്റർ ഇനീഷ്യേറ്റീവ് അവാർഡ് 2002, പത്മശ്രീ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നോർമൻ ബോർലോഗിൻ്റെ പേരിൽ UNEP ഏർപ്പെടുത്തിയ ബോർലോഗ് അവാർഡ് 1988-ലും UN ഇക്വേറ്റർ ഇനീഷ്യേറ്റീവ് അവാർഡ് 2002-ലും പത്മശ്രീ തുടങ്ങിയവയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.